നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കുണ്ടല്ലോ പ്രസവശേഷം മസിൽ അകന്നിട്ട് വയറിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ട് വയറ് തൂങ്ങി ഒരു പൗച്ച് പോലെ താഴോട്ട് കിടക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഡയസ്റ്റാസിസ് റെക്ട എന്ന് പറയുന്ന ഒരു 10 വുമനിൽ പ്രസവിച്ച് കഴിയുമ്പോൾ 6 പേർക്കെങ്കിലും വരാൻ സാധ്യതയുള്ള ഉള്ളതായ ഒരു കണ്ടീഷനാണ് കേട്ടോ. റെക്ട അബ്ഡോമിനിസ് എന്ന് പറഞ്ഞ മസിൽസ് നീങ്ങി പോകുന്നതാണ്. അതായത് നമ്മുടെ പൊക്കിളിന് താഴോട്ടായിട്ട് 6 പാക്ക് മസിൽസ് ഉണ്ടല്ലോ, ആ മസിൽസ് ലീനിയർ ആയിട്ട്, അതായത് നടുവിൽ നിന്ന് 2 ഭാഗത്തേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ജെല്ലി ബെല്ലി എന്ന് പറയാം. അതായത് അത് ഒരു വയറിൽ ശരിക്കും ഒരു നമ്മൾ ജെല്ലിയിൽ തൊടുന്നവരായിരിക്കും. വയറിനൊരു ഷേപ്പ് ഉണ്ടാവില്ല, ഒരു ഉറപ്പുണ്ടാവത്തില്ല. നമ്മളൊരു ബലൂണിൽ വെള്ളം നിറച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ജെല്ലിയിലൊക്കെ തൊടുന്നവരെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഒരു വയറിന്റെ ഒരു ഭാഗം തൂങ്ങി ശരിക്കും താഴോട്ടേക്ക് തൂങ്ങി കിടക്കും കേട്ടോ. ആ മസിലും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു തോല് ഒരു കട്ടിയായിട്ട് ഒരു പൗച്ച് പോലെ, ഒരു കങ്കാരു പൗച്ച് പോലെ താഴോട്ടേക്ക് തൂങ്ങി കിടക്കുകയും കൂടെ ചെയ്യും. ബെല്ലി ബട്ടൺ കുറച്ച് പുറത്തേക്ക് നിൽക്കുകയും കൂടെ ചെയ്യും കേട്ടോ. ഒരു ഷേപ്പ് ഇല്ലാതെ ഒരു നല്ല രീതിയിൽ അകന്നു പോകും മസിൽസ് കേട്ടോ. അപ്പൊ ഇത് ഒത്തിരി പ്രസവിച്ച സ്ത്രീകൾ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത് തിരിച്ചു വരുമോ, ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത്. എക്സസൈസ് ചെയ്യാന്നല്ലാതെ ഇതിന് വേറെ ഒരു പരിഹാരമില്ല. അല്ലെങ്കിൽ പിന്നെ സർജിക്കൽ കറക്ഷൻ ആണ്. മരുന്നൊന്നും കഴിച്ചിട്ട് ഇതിനെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. എക്സസൈസിൽ തന്നെ നമുക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ഇല്ല. നിങ്ങൾ എന്തായാലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ആയുർവേദ എക്സ്പേർട്ടിനോ നിങ്ങൾക്ക് ഇതിനെ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡീപ്പായിട്ടുള്ള അബ്ഡോമിനൽ മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഗീഗൽ എക്സസൈസ് പോലത്തെ എക്സസൈസും, പിന്നെ സ്പെഷ്യൽ നിങ്ങൾക്ക് എത്രമാത്രം അകൽച്ചുണ്ടെന്ന് നോക്കിയിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസസും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ടമ്മി ടക്കിങ് പോലത്തെ സർജറീസ് ഉണ്ട്. അപ്പം ആ സർജറീസ് ഒക്കെ കുറച്ചൊക്കെ ഒരു നമുക്ക് പോസ്റ്റ് വരുന്ന ഒരു സർജറി ആണ്. അധികം പേര് അതിലേക്ക് പോകാറില്ല. എക്സസൈസിലൂടെ തന്നെ പല ആൾക്കാർക്കും അത് ഇന്നും നാളെയും കൊണ്ട് പ്രതീക്ഷിക്കുന്നത് മാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മസിലിന്റെ സ്ട്രെങ്തനിങ് കിട്ടുന്നതാണ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? അടുപ്പിച്ചടുപ്പിച്ചുള്ള മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിറ്റപ്സ് പോലത്തെ എക്സസൈസ് ഉണ്ട്. എല്ലാ എക്സസൈസ് ഇതിന് പറ്റില്ല. അതിന് മെയിൻലി നിങ്ങൾ നോക്കണം, നിങ്ങൾ എന്ത് എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡോക്ടറോടോ ഫിസിയോതെറാപ്പിസ്റ്റിനോടോ ചോദിച്ചിട്ട് നമ്മുടെ ഡയസ്റ്റാസിസ് റെക്ടയ്ക്ക് ഈ എക്സസൈസ് ചേരുന്നതാണോ എന്നുള്ളത് പറയണം. അല്ലെങ്കിൽ കണ്ടീഷൻ വേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് അംബ്ലിക്കൽ ഹെർണിയ പോലത്തെ വരികയും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിറ്റപ്പ് പോലത്തെ ഇരുന്നിട്ട് എഴുന്നേൽക്കുക, അബ്ഡോമിനൽ ക്രഞ്ചസ് ഉണ്ടല്ലോ, അതുപോലത്തെ എക്സസൈസസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമ്മൾ ബോഡി ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന എക്സസൈസസ് തീർച്ചയായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ്, നിങ്ങളുടെ കുട്ടിയെക്കാളും കൂടുതലുള്ള ഒരു വെയിറ്റും നിങ്ങൾ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിയമം എന്നുള്ളത്. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? അംബ്ലിക്കൽ ഹെർണിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെർണിയേഷൻ ആയിട്ട് കുടൽ ഇങ്ങനെ പിരിഞ്ഞു പോവുകയും വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. അതുപോലെ തന്നെ മസിൽസിന്റെ ബലക്കുറവ് മൂലം നമുക്ക് ലീക്കേജ് ഓഫ് പി, അതായത് മൂത്രത്തിന് ഇൻകോണ്ടിനൻസ്, അറിയാതെ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതുപോലെ മസിൽ നമ്മുടെ ശരീരം വീക്ക് ആകുമ്പോഴോ പനി പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴോ ഒക്കെ മൂത്രം തനിയെ അറിയാതെ പോവുക എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് പെയിൻ ഉണ്ടോയെന്ന് വെച്ചാൽ ആസച്ച് ഈ ഒരു കണ്ടീഷന് വയറിലൊന്നും പെയിൻ ഉണ്ടാകത്തില്ല. ചില ആൾക്കാർക്ക് പെയിൻ ഡ്യൂറിങ് സെക്സിന്റെ സമയത്തുള്ള പെയിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലവർക്ക് ഹിപ്പ് പെയിൻ, അത് ഹിപ്പിന്റെ ഇടുപ്പ് ഭാഗത്തെ പെൽവിക് റീജിയനിലുള്ള ഒരു പെയിനും ചെറിയ നടുവേദന പോലെ കുറച്ച് നേരം ഇരുന്നാലോ അല്ലെങ്കിൽ നിന്ന് പണിയെടുത്താലോ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് മരുന്ന് കഴിച്ച് റെഡിയാക്കാൻ പറ്റുന്നല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ്, എക്സസൈസ് എല്ലാം ചെയ്തിട്ട്, ഇതിന് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേക ഓയിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.